ന്യൂസിലൻഡിലെ ആദ്യത്തെ മലയാളം ലൈബ്രറി ഒരുക്കി അങ്കമാലി സ്വദേശി ജോബിൻ ജോർജ്. വായനാ ദിനാഘോഷത്തിന്റെ ഭാഗമായി ന്യൂസിലൻഡിലെ ന്യൂപ്ലിമൗത്തിലെ മലയാളികൾക്ക് വായിക്കുവാൻ അവസരമൊരുക്കി അങ്കമാലി സ്വദേശി ജോബിൻ ജോർജിന്റെ വായനശാല ശ്രദ്ധേയമാവുകയാണ്. ഒഴിവു സമയങ്ങളിൽ കുട്ടികളിലും മുതിർന്നവരിലും വായനാശീലം വളർത്താനുള്ള ശ്രമത്തിലാണ് ജോബിൻ. നാട്ടിൽ നിന്നും മലയാള പുസ്തകങ്ങൾ തപാൽ വഴി എത്തിച്ചാണ് ജോബിൻ ശേഖരിച്ചത്. വായനശാലയുടെ ഉദ്ഘാടനം അങ്കമാലി MLA റോജി എം ജോൺ ഓൺലൈൻ വഴി നിർവഹിച്ചു. മലയാളി അസോസിയേഷൻ പ്രസിഡന്റ് മനോജ് ചാക്കോ, ഭാരവാഹികളായ സുബി കലമണ്ണിൽ, ജാക്സൺ ജേക്കബ്, രേഖ, ദിനു, ആസിഫ് എന്നിവർ പങ്കെടുത്തു. ന്യൂസിലാൻഡ് പോലുള്ള രാജ്യത്തിൽ മലയാള പുസ്തകം ലഭ്യമല്ലാത്തതുകൊണ്ടും കുട്ടികളിൽ മലയാളം വായിക്കാനുള്ള അവസരം ലഭ്യമാക്കുക എന്ന ചിന്തയിൽ നിന്നുമാണ് മലയാളികൾക്കായി വായനശാല എന്ന ആശയം തുടങ്ങിയതെന്ന് ജോബിൻ പറഞ്ഞു. മലയാളികൾക്ക് വായിക്കുവാൻ അവസരം ഒരുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടുകൂടി ആരംഭിച്ചിരിക്കുന്ന ഒരു ഫോൺ ഇൻ ലൈബ്രറിയാണ് ഇത്. കുട്ടികൾക്കും മുതിർന്നവർക്കും വായിക്കാൻ ഉതകുന്ന രീതിയിലുള്ള ഒത്തിരി മലയാളം പുസ്തകങ്ങളാണ് ഇവിടെ ലഭ്യമായിട്ടുള്ളത്. മലയാളികൾ വായിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട മലയാളം പുസ്തകങ്ങളും കൂടാതെ കുട്ടികൾക്ക് വായിക്കുവാൻ സാധിക്കുന്ന തരത്തിലുള്ള ചെറിയ ചെറിയ കഥാപുസ്തകങ്ങളും ഉൾപ്പെടുന്ന ഒരു ലൈബ്രറിയാണ്. തീർച്ചയായിട്ടും മലയാളികൾക്ക് ഇത് ഒത്തിരി ഉപകാരപ്പെടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇങ്ങനെയൊരു വായനശാല മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. തികച്ചും സൗജന്യമായാണ് ലൈബ്രറി അംഗത്വം. വായിക്കാൻ പുസ്തകം ആവശ്യമുള്ളവർക്ക് ഫോണിൽ ബന്ധപ്പെട്ടാൽ പുസ്തകം അവരുടെ വീട്ടിൽ എത്തിച്ചു നൽകുകയും ചെയ്യും. 15 ദിവസത്തിനുള്ളിൽ പുസ്തകം തിരിച്ചു നൽകണം. ഇനിയും കൂടുതൽ മലയാള പുസ്തകങ്ങൾ നാട്ടിൽ നിന്ന് എത്തിക്കാനുള്ള ശ്രമത്തിലാണ് ജോബിൻ. ജനം, കൊച്ചി.